സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി മുസ്ലിം ലീഗിലും അതൃപ്തി തുടരുകയാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയും വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദുമാണ് വിയോജിപ്പ് പരസ്യമാക്കി പ്രകടമാക്കി രംഗത്തെത്തിയത്. ആരും പാർട്ടി വിടില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. മികച്ച പട്ടികയെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുമ്പോഴാണ് പരസ്യ പ്രതിഷേധം. ആരും വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും തിരൂരങ്ങാടിയിലെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങന്മാരെ കരുവാക്കിയെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു കമ്മിറ്റി പോലും ആവശ്യപ്പെടാത്ത PMA സമീറിനെ പരിഗണിച്ചത് അർഹരായവരെ തഴഞ്ഞെന്നും രണ്ടത്താണി. മുസ്ലിം ലീഗിലെ വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ഇറങ്ങണോ എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്. നൂർബിന റഷീദ് എന്ന വ്യക്തിയെയല്ല, വനിതാ ലീഗ് എന്ന സംഘടനയെ, അനുഭവ സമ്പത്തുള്ള വനിതാ ലീഗിലെ പല പ്രഗത്ഭരും വിദ്യാസമ്പന്നര് എല്ലാം ഉണ്ടായിരുന്നു. ആ വനിതാ ലീഗിനെ പരിഗണിക്കാത്തതിലുള്ള ഒരു വേദന മാത്രമാണ് നമ്മൾ പങ്കുവെച്ചത്. അല്ലാണ്ടൊന്നുമില്ല, ഞാൻ പ്രവർത്തിക്കേണ്ട രീതി അതൊക്കെ നമുക്ക് ആലോചിച്ച് പറയാൻ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും എല്ലാവരെയും ചേർത്ത് നിർത്തുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അങ്ങനെ അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതിർത്തി പ്രകടിപ്പിക്കുന്ന അവരുടെ വികാരങ്ങൾ എന്താണ് എന്ന് പാർട്ടി ചോദിച്ചറിയും. അവരാരും ഞങ്ങൾ പുറത്തുവരുത്തില്ല. വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ടത് നേതൃത്വമെന്നും എല്ലാവരെയും പരിഗണിച്ചുള്ള പട്ടികയെന്നും പേരാമ്പ്രയിലെ ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ. കാൻഡിഡേറ്റ് എന്നുള്ള രൂപത്തിൽ ഞാനല്ലല്ലോ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടത്. ഇത് ബഹുമാനപ്പെട്ട നേതൃത്വം ഉചിതമായിട്ടുള്ള സമയങ്ങൾക്ക് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയും. മങ്കട, താനൂർ മണ്ഡലങ്ങളിലും പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.